ഹല്ലേലൂയ. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. May the holy name of the Lord be glorified. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിപ്പാൻ വിവിധ സ്ഥലങ്ങളിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന എല്ലാ മാന്യ സഹോദരി സഹോദരങ്ങൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹ വന്ദനങ്ങൾ. I greet every one of you who have come to worship the Lord in spirit and truth. I extend my greetings to every one of you. ഒത്തിരി സന്തോഷമുണ്ട് ഈ HMPC കുടുംബത്തിൽ നിങ്ങളോടൊപ്പം ഇന്നത്തെ പകൽ സമയം ആയിരിക്കാൻ, ഈ സന്ധ്യാസമയമായിരിക്കാൻ കർത്താവ് സഹായിച്ചു. I'm very grateful to God and I'm joyful because I'm able to be part of this fellowship as the part of HMPC Church. God has enabled us to come together as a family. കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ ഫാസ്റ്റർ ബിനോയി ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. I have met Pastor Binoy for the first time here. എന്നാൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എൻ്റെ മകൻ സാജൻ എന്നോട് സംസാരിക്കുമ്പോൾ പല വ്യക്തികളെക്കുറിച്ച് പറയുമ്പോഴും ഒരു പ്രാവശ്യമെങ്കിലും ബിനോയ് ചായൻ എന്ന രണ്ട് വാക്കുകൾ പറയാതിരിക്കുകയില്ല. Often a time when I speak to my son would always refer to Binoy Chain and Bijoy Chain. ഈ പ്രിയപ്പെട്ടവരെ പരിചയപ്പെട്ടതിന് ശേഷം എൻ്റെ മകൻ എപ്പോഴും പറയാം, പപ്പായെ എനിക്ക് രണ്ട് സഹോദരന്മാരെയാണ് ദൈവം തന്നിരിക്കുന്നത്. My son would often say that these are two of my brothers. എനിക്ക് സന്തോഷമുണ്ട് ഇന്നത്തെ സന്ധ്യാസമയം പ്രിയപ്പെട്ടവരുമായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിച്ചത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. And I praise God because I've been able to worship the Lord along with the servant of God. അതുപോലെ തന്നെ ഞങ്ങൾ ഇന്ന് കുടുംബമായിട്ടാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. We have come here as a family. എൻ്റെ ഭാര്യ സിസ്റ്റർ ലിസി കഴിഞ്ഞ 45 പരം വർഷമായി എന്നോടൊപ്പം കർത്താവ് എന്നോട് കൂട്ടിച്ചേർത്തു. My wife Lissy is here with me and it's been 45 years that we have been together. താൻ എവിടെ പോയിരുന്നാൽ അധികം സംസാരിക്കത്തില്ല. Wherever she would go, she wouldn't talk too much. എന്നാൽ ഇന്ന് ഞാൻ വാഷ്റൂമിൽ പോയിട്ട് വന്നപ്പോൾ അതായത് ഒരു കുടുംബമായിട്ട് പറ്റി നിൽക്കുന്നത് കണ്ടു. And when I was using washroom, as soon as I entered into the hall, I was able to see that she was communicating with the family. ഞാനിങ്ങനെ ചിന്തിച്ച് എന്തായിരിക്കും കാര്യമെന്ന്. And then I was wondering what could be the reason. പിന്നീട് അറിഞ്ഞപ്പോഴാണ് അവിടെ സ്വന്തം നാട്ടുകാരെ, അതായത് ഈ ഭൂമിയിലെ നാട്ടുകാരെ അവരെ കണ്ട സന്തോഷത്തിൽ അങ്ങനെ അവരുമായി നിൽക്കുകയായിരുന്നു. And I realized that they belong to the same native place. പ്രിയപ്പെട്ട ജോൺ സഹോദരനെയും സഹോദരിയും കാണാനിടയായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കണം, നിങ്ങളുടെ യാത്രയിൽ കൂടെ ഉണ്ടായിരിക്കണം. May God bless both of you and may God's mercy be with you in your travel. ഞങ്ങൾ ഒരുമിച്ച് സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ When we were together talking, ഞങ്ങളുടെ പ്രിയ മകള് അസ്മിത ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ചോദിച്ചു, എന്നെ ഓർമ്മയുണ്ടോ എന്ന്. When we were talking, Smita came to me and said, "Do you remember me?" മോളിനോട് ക്ഷമിക്കണം, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നില്ല. Immediately I was not able to remember. എനിവേ ദൈവം കുഞ്ഞിനെ അനുഗ്രഹിക്കട്ടെ, സുനിലിനെയും കുഞ്ഞുങ്ങളെയും കൂടെ കാണും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. And I was hoping to see Sunil and the children, but may God bless you. ആമേൻ. ഇന്നത്തെ പകൽ സമയം അതുപോലെ തന്നെ കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ, ഈ നാട്ടുകാരൻ, അദ്ദേഹത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ. May also God bless the brother who is here. പലപ്പോഴും ഞാൻ ഓർക്കും, ഞാൻ വലിയ ഭാഗ്യവാനായ മനുഷ്യനാണ്. Often a time I think about myself as the most privileged person. അത് തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്, അതായത് ഉൽപ്പത്തി പുസ്തകം 39:2 ഇങ്ങനെ നാം വായിക്കുന്നു. And the word of God also teaches us in the book of Genesis, chapter 39:2 ഇങ്ങനെ വായിക്കുന്നു. chapter 39 verse 2. അത് യഹോവ ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ ഭാഗ്യവാനായി തീർന്നു. Because God was with Joseph, he became a prosperous man. ഇവിടെ മലയാളത്തിൽ കൃതാർത്ഥനായി എന്നാണ്, എന്നാൽ അതിൻ്റെ ഹിന്ദിയിൽ വായിക്കുമ്പോൾ
यहोवा परमेश्वर जोसेफ के साथ था, इसलिए वो भाग्यवान पुरुष बन गया. And in Malayalam or in English it says prosperous man, but Hindi translation says that he was a very fortunate person. അതെ, ദൈവം ആരോടെല്ലാം കൂടെ ഉണ്ട് അവരൊക്കെയും ഭാഗ്യവാന്മാരാണ്. And those of you who have God with you, you are a fortunate person. നിങ്ങളോടൊപ്പം കർത്താവ് ഉണ്ടെങ്കിൽ നിങ്ങളാണ് ഭാഗ്യവാൻ. And if God is with you, then you are the most privileged person. ആകയാൽ ഞാൻ ഒരു ഭാഗ്യവാനാണ്. Therefore I consider myself as a privileged person. കർത്താവ് ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ 2 മക്കളെ നൽകി. God blessed me with 2 sons. അവർക്ക് വിദ്യാഭ്യാസം ദൈവം കൊടുത്തു. And God gave them education. അവർക്ക് നല്ലതായിരിക്കുന്ന കൂട്ടാളികളെ ദൈവം ഒരുക്കി കൊടുത്തു. And God gave them right partners in their life. അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ കർത്താവ് മക്കളെ കൊടുത്തു. And God blessed them with children. എനിക്ക് എൻ്റെ മക്കളെക്കുറിച്ച് കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട്. And I often take pride and I know about my children. പ്രിയ മകൾ സ്മിത പറഞ്ഞല്ലോ, അതായത് ഞങ്ങൾക്കെല്ലാവർക്കും ഒരു മാതൃകയാണ് അവരെന്ന്. Although Smitha referred in a testimony that we are an example. അതെ, ദൈവം ആ കുഞ്ഞുങ്ങളെ ഈ നിലയിൽ കൊണ്ടുവന്നതിൽ ഞാൻ ദൈവത്തെ I സ്തുതിക്കുന്നു. praise God because God blessed my children. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി നമുക്ക് ദൈവവചനത്തിൽ നിന്നും എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നിന്നും 6-ാമത്തെ വാക്യം വായിക്കാം. For today's short meditation, let's turn our attention to the book of Hebrew, chapter 11, verse 6. ആമേൻ. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. And without faith, it is impossible to please God. ആമേൻ. എനിക്ക് ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ നിന്ന് സാക്ഷ്യം പറഞ്ഞു. അതിനുശേഷമായിട്ട് അവരുടെ ലാസ്റ്റ് പ്രോഗ്രാം എന്നെ ഒത്തിരി സന്തോഷിപ്പിച്ചു. When the children shared their memory verse, and after that they sang a song which really gave me joy. ആ കുഞ്ഞുങ്ങളെയും അതിനായി പ്രിപ്പയർ ചെയ്ത പ്രിയപ്പെട്ടവരെയും ഒക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ അവരുടെ മുൻപിൽ വന്ന് ആ കാര്യങ്ങൾക്കൊക്കെ നല്ല നേതൃത്വം കൊടുത്തതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. I praise God because of those of you who are preparing these children and who are in this leadership. May God bless you. നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടി നമുക്ക് സന്തോഷം, ആത്മീയ സന്തോഷം വരുത്തിയതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Also praise God for the children singing the songs and giving us that spiritual joy. അതേ, അർത്ഥവത്തായ ഒരു സങ്കീർത്തനം കർത്താവിൻ്റെ ദാസനിൽ കൂടെ ദൈവം നമുക്ക് നൽകി. And God also gave and blessed us a psalm through the servant of God. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, സങ്കടങ്ങളൊക്കെ കടന്നു വരുമ്പോൾ പലപ്പോഴും നാം ചിന്തിച്ചു പോകും, ദൈവമേ നീ എന്നെ കൈവിട്ടോ എന്ന് ചോദിച്ചു പോകുന്ന സന്ദർഭങ്ങൾ. Often a time when we go through pains and problems and troubles in our life, we would wonder and ask God, Lord, have you abandoned me? അത് നമുക്ക് മാത്രമല്ല, ആസാഫിന് പോലും അങ്ങനെ And സംഭവിച്ചു. that's not just the case with each of us, but including Asaph. He himself said that. ആസാഫ് ഒരു കാര്യം പറഞ്ഞു, അതൊക്കെയും എൻ്റെ നന്മയ്ക്കായിട്ടായിരുന്നു. But Asaph was able to realize that this was all for a blessing in his life. സഹോദരങ്ങളെ, ദൈവം നമുക്ക് എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ, If God does something in our life, അതൊക്കെ നന്മയ്ക്കായി മാത്രമാണ്. it turns out to be a blessing. എന്നാൽ നമ്മിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്ന കാര്യം അനുദിനവും നമ്മുടെ ദൈവത്തെ പ്രസാദിപ്പിച്ച് നാം മുൻപോട്ട് പോവുക എന്നുള്ളതാണ്. But what do we have to do? We have to continue to please God in every day of our life. അത് ദൈവത്തെ നാം പ്രസാദിപ്പിക്കണമെങ്കിൽ നമുക്ക് വിശ്വാസം And if you ഉണ്ടായിരിക്കണം. want to please God, you need to have faith. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 7-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ 2 Corinthians chapter 5 verse 7, when you read it, ദൈവത്തിന്റെ ദാസനായ പൗലോസ് പറയുന്നു, കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നതെന്ന്. it's not by sight but by faith we please God. അതെ, കാഴ്ച കൊണ്ട്, ഇത് നമ്മുടെ ഈ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചയാൽ അല്ല നമ്മുടെ ജീവിതം
നമുക്കൊരു വിശ്വാസമുണ്ട്. Our life and our walk should not be led by sight, but we should walk by faith. എബ്രായ ലേഖനം 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയവുമാകുന്നു. Hebrew 11:1 verse says, now faith is confidence in what we hope for and assurance about what we do not see. നാം ആശിച്ച ആഗ്രഹിച്ച പല കാര്യങ്ങൾ എനിക്ക് നിങ്ങൾക്കുമുണ്ട്. There are so many desires and plans that we have in our life. എന്നാൽ അത് ലഭിക്കും എന്നൊരു നിശ്ചയമാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. But we will certainly inherit those desires, and that is what you describe that as confidence. നാം ആശിക്കുന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു ഉറപ്പ്. Whatever you desire, there needs to be a confidence about it. കാണാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള നിശ്ചയം. And there should be assurance of those unseen things. ഇതാണ് നമ്മുടേതായ ഒരു വിശ്വാസിയുടെ ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. And these are some of the things that needs to be in the life of a Christian people. ഞാൻ ഇന്ന് വീട്ടിലിരുന്ന സമയത്ത് എൻ്റെ കൊച്ചുമക്കളുമായി സംസാരിച്ചപ്പോൾ When I was talking to my grandchildren, ഞാൻ മക്കളോട് ചോദിച്ചു, മക്കളെ എത്ര സെൻസ് ആണ് നമുക്കുള്ളതെന്ന്. I asked them, how many senses do we have? എൻ്റെ മകൾ കൊച്ചുമോൾ, അതായത് റെയ്നയും ഇവാനും രണ്ടുപേരുമായിട്ട് എന്നോട് ആ കാര്യങ്ങളെ കുറിച്ച് വിവരിച്ചു. And both the children they described the senses. അത് 5 ഇന്ദ്രിയങ്ങളാണ്. They said there are 5 senses. ഒന്ന് കണ്ണ്, And the first is ഒന്ന് eye, ചെവി, ear, ഒന്ന് മൂക്ക്, nose, ഒന്ന് നാക്ക്, tongue, ഒന്ന് ത്വക്ക്. and skin. അപ്പം കണ്ണുകൊണ്ട് നമുക്ക് കാണുന്നു, And with eye you can see, ചെവി കൊണ്ട് നാം കേൾക്കുന്നു, with ear you hear, മൂക്ക് കൊണ്ട് നാം മണക്കുന്നു, with nose you smell, നാക്ക് കൊണ്ട് നാം രുചിക്കുന്നു, with tongue you taste, ത്വക്ക് കൊണ്ട് നാം സ്പർശിക്കുന്നു. and with the skin or with the touch you experience someone. എന്നാൽ നമുക്ക് ആറാമതായിട്ടൊരു വിശ്വാസിക്ക് ഒരു സെൻസ് ഉണ്ട്. But for a believer there is a 6th sense. ആ 6th സെൻസ് എന്ന് പറയുന്നതാണ് വിശ്വാസം എന്ന് And that പറയുന്നത്. 6th sense is called faith. എന്റെയും നിന്റെയും ജീവിതത്തിൽ ഈ സെൻസ് ഇല്ല എങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ And സാധ്യമല്ല. if you don't have the 6th sense, which is the faith, then you won't be able to move ahead your Christian life. ആ സെൻസ് പ്രാപിച്ച പൗലോസാണ് പറഞ്ഞത്, ഞാൻ കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. And when Paul received that revelation, he said, we do not walk by sight but by faith. ആ ഒരു സെൻസ് എൻ്റെ ജീവിതത്തിൽ കർത്താവ് നൽകിയത് കൊണ്ടാണ് കഴിഞ്ഞ 52 പരം വർഷമായിട്ട് ഈ തിരുവചനം എഴുതി നടക്കുവാൻ കർത്താവ് ഇടയാക്കിയത്. And because God gave me that sense, I was able to carry and follow the word of God for the last 52 years. എൻ്റെ 24-ാമത്തെ വയസ്സിൽ പ്രസംഗിക്കാൻ ആരംഭിച്ചതാണ്. At the age of 24, I began to preach from the word of God. ഇന്ന് 76 വയസ്സ് പ്രായമായി. And today I am 76-year-old. എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഓരോ നിമിഷങ്ങളും ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുമ്പോൾ എൻ്റെ ശക്തി വർദ്ധിച്ചു വരികയാണ്. Every time I get the opportunity to share the word of God, the strength in me increases. എന്നാൽ സഹോദരങ്ങളെ, ക്രിസ്തീയ ജീവിതം അത്ര രസകരമായ ജീവിതമല്ല. Dear children of God, Christian life is not something that you can always there will be time of joy. ഞങ്ങൾ കടന്നു വന്ന പാതകൾ അത്ര നല്ലതല്ലായിരുന്നു. The times or the ways that we have come across in our life were not great. ഒത്തിരി പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, വേദനകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. There were so many perils, dangers and troubles in our life. എൻ്റെ മോൻ ഇന്ന് എന്നോടൊപ്പം ശുശ്രൂഷിക്കുന്നു. And today my son is ministering with me. അദ്ദേഹത്തിനായിരിക്കുന്ന മൂത്ത സഹോദരൻ, അദ്ദേഹം ആസാമിൽ കുടുംബമായി പാർത്ത് എന്നോടൊപ്പം കർത്താവിന്റെ വേല ചെയ്യുന്നു. His oldest brother is still in Assam and is ministering with me. ഇവർ രണ്ടുപേരും കർത്താവിന്റെ വേല ചെയ്യുകയാണ്. And both of them are in Lord's service. ഒരു അപ്പൻ എന്ന നിലയിൽ എനിക്ക് എത്ര സന്തോഷമുണ്ടെന്നോ. As a father, I take pride about it. എന്റെ വാത്സല്യമായ ഒരു മകനെ പോലെ ഞാൻ കാണുന്നത് ബിജോയ് പാസ്റ്റർ നോക്കിയാൽ അദ്ദേഹം ഒരു കർത്തൃദാസന്റെ മകനാണ്. If your servant of God himself is a son of a servant of God. അദ്ദേഹത്തിന്റെ 3 കുഞ്ഞുങ്ങളും കർത്താവിന്റെ വേല ചെയ്യുന്നു. And all the other brothers, they're all in the service of the Lord. അദ്ദേഹത്തിൻ്റെതായിരിക്കുന്ന മമ്മിയുടേതായിരിക്കുന്ന കുടുംബം എന്ന് പറഞ്ഞാൽ
അവർ മുഴുവനും കർത്തൃ ശുശ്രൂഷ ചെയ്യുന്നവരാണ്. And pastor's mom's family, they're all in the service of the Lord. അദ്ദേഹത്തിന്റെ മമ്മിയുടെ അങ്കിള് അത് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഏറിയ വർഷങ്ങൾ സേവനം ചെയ്തവനാണ്. And pastor's mom's uncle was the general secretary of Indian Pentecostal Church for several years. എനിക്ക് അദ്ദേഹത്തെ കാണുമ്പോൾ ഈ തലമുറകളെ കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷം. When I look at your pastor and his brothers, it gives me such a pride. ഇന്നവരാരും നീ കാണുന്ന പോലെ ഒന്നും അല്ലായിരുന്നു. As you see them today was not their olden times. അവർ പല ഫെയ്ത്ത് ഹോമിലും മറ്റും താമസിച്ച് അവർ അനുഭവിച്ച വേദനകൾ, ദുഃഖങ്ങൾ, നിന്ദകൾ മറ്റുള്ളവരോട് പറയുവാൻ സാധിക്കാത്തതാണ്. They have been through, they have lived their life in several faith homes, and some of those experiences that they had is something they are not able to share with other people. പാട്ടുകാരൻ പാടിയത് എണ്ണിയാൽ എണ്ണിയാൽ പറഞ്ഞാൽ തീരാത്ത നന്മകൾ. And that is why we sang today, no matter how much we could describe, we will not be able to tell what God has done in our life. സഹോദരങ്ങളെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി കൈപ്പിന്റെ അനുഭവങ്ങൾ കൂടെ കടന്നുപോയി. There were times of bitterness in our life. അതെ, ഞാൻ ഗോവയിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒത്തിരി പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ എന്റെ ജീവിതത്തിൽ കടന്നു വന്നു. When I was ministering in Goa, there was so many troubles that came across my life. അവിടെ നിന്ന് ഞാൻ ഡൽഹിയിലേക്കും ഡൽഹിയിൽ നിന്നും മഥുരയിലേക്കും കടന്നുപോയി. From Goa I went to Delhi, and then from Delhi I went to Mathura. മഥുര എന്ന് പറയുന്ന ആഗ്രയ്ക്കടുത്തുള്ള ഉത്തർപ്രദേശത്തുള്ള മഥുരയാണ്. Mathura is a place that is in Uttar Pradesh. ശ്രീകൃഷ്ണൻ ജനിച്ച സ്ഥലമെന്നാണ് പറയുന്നത്. And that is where the Sri Krishnan is born. അവിടെ ഒത്തിരി വേദനകളും ദുഃഖങ്ങളും പീഡനങ്ങളും ഞാൻ അനുഭവിച്ചു. And there I suffered a lot of pain and persecutions. അതെ, ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ എന്നെ കൊണ്ടുപോയി 40 ദിവസം എണ്ണത്തോണിയിലിട്ട് ചവിട്ടി തിരുമിയതാണ് എന്നെ. Because of the persecution, I was taken to Kottakkal Arya Vaidyasala, which is a hospital where for 40 days I was admitted in that hospital. എന്നാൽ ഞാൻ പറയട്ടെ, ദൈവം എന്നിൽ എന്റെ വിശ്വാസത്താൽ ഉളവായ ദർശനം നിമിത്തം അതെ എനിക്കുണ്ടായ വടക്കേ ഇന്ത്യയെ കുറിച്ചുള്ളതായ വെളിപ്പാട് നഷ്ടപ്പെട്ടില്ല. But the vision that God conceived in me, I was not able to lose that. അന്ന് ഡൽഹി പാസ്റ്റർ കെ.ടി. തോമസ് എന്നോട് പറഞ്ഞു, നിനക്ക് നിർബന്ധമാണെങ്കിൽ ആസാമിലേക്ക് പോകാമെന്ന് പറഞ്ഞു. And at the time there was a servant of God, Pastor K.T. Thomas. He said to me, if you insist, you can go to Assam. 1984 ജൂൺ മാസം 18-ാം തീയതി ഞാൻ ആസാമിൽ കാലുകുത്തി. 1984 on the 14th of June I stepped into Assam. പ്രിയ സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, അന്നു മുതൽ ഇന്ന് വരെയും ആസാമിൽ പാർത്തുകൊണ്ട് കർത്താവിനെ വേല ചെയ്യുന്നു. And from that day onwards up until now I've been ministering in Assam. അവിടുത്തെ വേലടതായിരിക്കുന്ന മുഖത്ത് പലവിധമേറിയ പ്രയാസങ്ങൾ, അത് ഓരോ വീടുകൾ മാറി 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 ആരാധന നടത്തിക്കൊണ്ടിരുന്നു. Because of the troubles and the difficulties there, we had to gather the fellowship in several homes. അവസാനം വീടുകൾ കിട്ടാതായി. At the end we were not able to find a home where we could worship the Lord. ദൈവത്തോട് വളരെ പ്രാർത്ഥിച്ചു. And we prayed to God. എനിക്കുണ്ടായിരുന്ന അതായത് കേരളത്തിലുണ്ടായിരുന്ന വീടും വസ്തു എഴുതി വിറ്റ് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ആസാമിൽ കൊണ്ടുവന്ന് ഒരു പഴയ ഒരു ബിൽഡിംഗും സ്ഥലവും കൂടെ വാങ്ങി. And whatever I had in my possession back in Kerala, I sold it, and I bought a small property. ആഹാരം കഴിക്കുവാൻ നിവൃത്തിയില്ല, പൈസയില്ല. There were times where we had no pennies to even buy a food. എന്റെ കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. And my children were going to schools at the time. 2 മാസത്തെ ഫീസ് കൊടുക്കുവാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ അവരെ സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ടു. And for 2 months, when I was not able to pay their fees, they were expelled from the school. നിങ്ങൾക്കറിയാമോ, ഈ നിൽക്കുന്ന എന്റെ മകനും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരനും 1 വർഷം അവരെ സ്കൂളിൽ വിടുവാൻ സാധിച്ചില്ല. For almost 1 year we were not able to send them to the school. അടുത്ത 2 വർഷം And for the next 2 years. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഓർക്കുവാൻ വയ്യാത്ത അവസ്ഥകളാണ്. And those 2 years were something that I still do not want to remember. ഞാനും എൻ്റെ ഭാര്യയും ജീവനോടിരിക്കുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ ഒരു അനാഥശാലയിലേക്ക് പറഞ്ഞു വിട്ടു. When me and my wife we were alive, we sent our children to an orphanage.
ഒരു കാര്യം പറയട്ടെ, ദൈവം ദോഷമായിട്ടൊന്നും ചെയ്യത്തില്ല കേട്ടോ. But let me tell you one thing, that God doesn't do anything for your for evil. അവർക്കൊരു എക്സ്പീരിയൻസ് ആവശ്യമായിരുന്നു. They needed an experience. അതിനുവേണ്ടി ദൈവം അങ്ങനെയൊക്കെ ചെയ്തു. And then God paved the way to get those experiences. എന്നാൽ ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു ദൈവത്തിന്റെ വഴിയായിരുന്നുവെന്ന്. But we didn't know it was God's ways. ഞങ്ങൾ ഒത്തിരി ഭാരപ്പെട്ടു. And we were so much in pain and worry. അവരെ രണ്ടാമത്തെ വർഷം, അതായത് എൻ്റെ ഭാര്യ ഒരു ദിവസം കഴിയുന്നതോറും രോഗിയായി ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. And it came to a point where my wife became unwell and she was physically becoming weak. ഒരു സ്ത്രീ കരയുന്നത് പോലെ ഒരു ഭർത്താവിന് കരയുവാൻ സാധ്യമല്ലല്ലോ. And just like a wife cries, sometimes the husbands are not able to express that. അവസാനം ഞങ്ങൾ തീരുമാനിച്ചു, മരണമെങ്കിൽ ദൈവം ഒരുക്കുന്നെങ്കിൽ അങ്ങനെയാകട്ടെ, കുഞ്ഞുങ്ങളെ വിളിച്ചുകൊണ്ട് വരാമെന്ന് വിചാരിച്ചു. And we decided, even if we die, let's go and get our children. ഈ കുഞ്ഞുങ്ങളെ മടക്കി കൊണ്ടുവന്നു. And we brought our children back. ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, ഒരു 10ാം ക്ലാസ് വരെയെങ്കിലും ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ എനിക്ക് ഭാഗ്യം തരണമേ. And I said and I prayed to God, Lord, please give me to the ability to teach my children until their year 10. സഹോദരങ്ങളെ, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. And God answered my prayer. ഇന്ന് മോൻ ഇവിടുത്തെ ഒരു കൗൺസിലറായിരിക്കുന്ന ഒരു അതായത് സോഷ്യൽ വർക്കിംഗ് ടീം മാനേജറായിട്ട് ജോലി ചെയ്യുകയാണ്. My son now works as a team manager at the children's services. ആമേൻ. കുഞ്ഞുങ്ങളെ ദൈവം പഠിപ്പിച്ചു. See, God gave them the education. എഫേസ്യലേഖനം 3-20 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നല്ലോ. The book of Ephesians chapter 3 verse 20 it says, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മെ സഹായിക്കുന്ന God is able to do exceedingly abundantly above all that we ask or think. എൻ്റെ മോൻ അതായത് പാട്ടുപാടിയ സമയത്ത് ഒരു കാര്യം പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 38 വർഷമായി കിടക്കുന്ന ഒരു രോഗിയായി കിടന്ന മനുഷ്യനെ കുറിച്ച്. My son referred about a person who was experiencing sicknesses for 38 years. യേശു ആ മനുഷ്യന്റെ അടുക്കൽ കടന്നു ചെന്നു. When Jesus approached that man, യേശു ആ മനുഷ്യന്റെ അവസ്ഥ കണ്ടു. and Jesus saw the situation that he was going through. അവനോട് ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന്. And Jesus asked him, do you have the will to get healed? അവിടെ താൻ പറയുന്ന ഒരു മറുപടി എന്നെ ഒത്തിരി ചിന്തിപ്പിക്കുകയുണ്ടായി. And it is his response that really made me to think. അദ്ദേഹം പറഞ്ഞു, കുളം കലങ്ങുമ്പോൾ എന്നെ അവിടെ കൊണ്ടുപോകുവാൻ എനിക്കാരുമില്ല. And that man said, when the water is troubled, there is nobody to take me into the water. അദ്ദേഹത്തിന്റെ പ്രശ്നം ഇതാണ്, എനിക്കാരുമില്ല. And his problem is that there was no one for him. സഹോദരാ സഹോദരി, നിന്റെ പ്രശ്നം നിനക്കാരുമില്ല എന്നുള്ളതാണ്. Dear children, if you are going through a similar stage where you says there is no one to help ഈ you, സന്ധ്യാസമയം ഞങ്ങൾ ഒന്ന് പറയട്ടെ, എന്റെയും നിന്റെയും അവസ്ഥ നന്നായിട്ടറിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. this evening let me tell you, God knows your situation. നീ കിടക്കുന്ന അവസ്ഥയിലേക്ക് ഇറങ്ങി വന്ന് നിന്നെ കാണുന്നവനാണ് നമ്മുടെ യേശു. And God is a God who will come down, step down in the place where you are, and he will give you the deliverance. യേശു ഞങ്ങളുടെ അവസ്ഥ കണ്ടു. And Jesus saw our situation. കാര്യമില്ല എന്നുള്ള അവസ്ഥ യേശു കണ്ടു. Jesus saw that there was nobody for us. യേശു ആ മനുഷ്യനോട് പറഞ്ഞത്, കിടക്കെടുത്ത് നടക്ക എന്നാണ്. Jesus said to this man, lift up your mat and walk. എൻ്റെ കർത്താവ് ഞങ്ങൾ ധൈര്യം നൽകി. God gave us this courage. നീ മുൻപോട്ട് പോകാൻ പറഞ്ഞു. God said to me to go ahead. അതേ സഹോദരങ്ങളെ, ഭാരമില്ല. And I did not had much worries after that. കുഞ്ഞുങ്ങളുടെ പഠനം കർത്താവ് പൂർത്തിയാക്കി. And God blessed my children with their education. അതുകൊണ്ട് കാര്യം അവസാനിച്ചില്ല. And it didn't conclude there. ഞങ്ങളൊരു വില്ലേജിലേക്ക് താമസം മാറ്റി. And then we shifted our stay into village. ഞങ്ങൾ ആ വില്ലേജ് നോക്കിയപ്പോൾ അവിടെ ആരും അതായത് സ്കൂളിൽ പോകുവാൻ നിവൃത്തിയില്ലാത്ത അനേക കുഞ്ഞുങ്ങളെ കണ്ടു. And this was a village
age where the children didn't even go to school. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ ഒരു നിവൃത്തി ഞങ്ങൾക്ക് ഒരുക്കി തരണമെന്ന്. And we pray to God, Lord, please help us to teach these children. എൻ്റെ കുഞ്ഞുങ്ങൾ കർത്താവ് കൊടുത്ത ദർശനം കൊണ്ട് അവിടെ ചെറിയ നിലയിൽ ഞങ്ങൾ സ്കൂൾ ആരംഭിച്ച് വില്ലേജ് കമ്മ്യൂണിറ്റി ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിന് വേണ്ടി. We started a small school there with the purpose of developing the community. ആ സ്കൂളിൽ ഇന്ന് 12ാമത്തെ, അതായത് 10ാം ക്ലാസ്സിന്റെ 12ാമത്തെ ബാച്ച് നടക്കുകയാണ്. And today there is a 12th batch of the year 10 in that school. 700-ലധികം കുഞ്ഞുങ്ങൾ അവിടെ പഠിക്കുന്നു. There are over 700 children who are studying there. വാത്സല്യ സഹോദരങ്ങളെ, ഞങ്ങളുടെ ആശ ഒന്ന് മാത്രമേ ഉള്ളൂ. There is only one desire and hope that I have. ആ വില്ലേജിലെ ജനം കർത്താവിനെ അറിയണം. That the villagers should see Jesus Christ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ സ്കൂൾ നിമിത്തം അനേകരെ കർത്താവിലേക്ക് നടത്തുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി. God gave us the privilege to lead many people to Christ through that school. ഇന്നും അനേകരെ കർത്താവിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. And even today many people are accepting Christ. ഈ കുഞ്ഞുങ്ങളെ ഓർഫനേജിലേക്ക് വിട്ട സമയം, When my children was sent to the orphanage, ദൈവം എനിക്ക് മറ്റൊരു ദർശനം നൽകി അരുണാചൽ പ്രദേശത്ത് കടന്നു പോകണമെന്ന്. God gave me a vision to go to Arunachal Pradesh. അരുണാചൽ എന്ന് പറയുന്നത് ചൈനയുടേതായ ഏറ്റവും ക്ലോസ് ബോർഡർ സ്ഥലമാണ്. Arunachal is a border to China. അതേ സഹോദരങ്ങളെ, ദൈവം എന്നെ അരുണാചലിലേക്ക് പറഞ്ഞു വിട്ടു. And God sent me to Arunachal Pradesh. അരുണാചൽ പ്രദേശത്തെ ആദ്യത്തെ പെന്തക്കോസ്റ്റൽ മിഷണറിയാണ് ഞാൻ. And God gave me the privilege to be the first Pentecostal missionary to Arunachal Pradesh. നിങ്ങൾക്കറിയാമോ, 127 അതേ സഭാ കൂടിവരവുകൾ ആരംഭിക്കുവാൻ കർത്താവ് സഹായിച്ചു. And God helped me to start 127 churches there. 7,000-ലധികം ആളുകളെ സ്നാനപ്പെടുത്തുവാൻ ദൈവം ഈ കരങ്ങൾക്ക് ബലം നൽകി. For over 7,000 people were baptized with this hand. നൂറുകണക്ക് മിഷണറിമാരെ കർത്താവിന് വേലയ്ക്ക് വേണ്ടി ഒരുക്കിയെടുക്കുവാൻ ദൈവം ഭാഗ്യം നൽകി. God gave me the privilege to train more than hundreds of missionaries. Praise the Lord. Hallelujah. അതേ സഹോദരങ്ങളെ, കർത്താവ് നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മെ സഹായിക്കുന്നവനാണ്. Our God is a God who helps us beyond how much we could ask. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ 2 വർഷം ഓർഫനേജിലായിരുന്നെങ്കിൽ, And if our children were in orphanage for 2 years, ഇന്ന് 27 കുഞ്ഞുങ്ങൾ, മാതാപിതാക്കന്മാരില്ലാത്ത 27 കുഞ്ഞുങ്ങൾ ഇന്ന് ഞങ്ങളോടൊപ്പമുണ്ട്. and we have 27 children who are orphan children with us, staying with us. അനേക വർഷങ്ങളായി ആ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നവരാണ് എൻ്റെ മക്കൾ. And my children takes care of those children. അവരുടേതായ കഷ്ടപ്പാടിന്റെ ഓഹരി അതിനുവേണ്ടി അവർ അയക്കുന്നു. They send the money to support them. ഞങ്ങൾക്ക് ലോകത്തിൽ മറ്റാരുമായിട്ടുള്ള ബന്ധങ്ങളില്ല. We do not have many contacts with the people of this ഒരു world. മനുഷ്യരെടുക്കൽ പോലും എന്നെ ഏതെങ്കിലും നിലയിൽ കർത്താവിന്റെ വേലക്കാരെ സഹായിക്കുവാൻ, ഓർഫനേജിനെ സഹായിക്കുവാൻ ആരെങ്കിലും എന്നെ സഹായിക്കാൻ മുൻപോട്ട് വരണമെന്ന് പറഞ്ഞിട്ടില്ല. We have never gone public and said, can you please support our ministry? എവിടെയെല്ലാം പോയി പ്രസംഗിച്ചിട്ടുണ്ടോ അവിടെ ഒന്നും ഞാൻ ഒരു കളക്ഷൻ നടത്താൻ പോയിട്ടില്ല. We have never went and made any collections. എന്നാൽ ദൈവം നന്നായി നടത്തുന്നു. But God is a faithful God who takes care of നമ്മുടെ us. കർത്താവ് വിശ്വസ്തനാണ്. God is a faithful God. സഹോദരങ്ങളെ, ഈ ദൈവത്തെ നമുക്ക് വിശ്വാസത്താൽ മാത്രമേ പ്രസാദിപ്പിക്കുവാൻ Dear സാധിക്കുകയുള്ളൂ. children of God, you can only please God through faith. വിശ്വാസം എന്ന ആ സെൻസ് നിന്റെ ജീവിതത്തിൽ ഉളവാകുന്നുവെങ്കിൽ, And when that sixth sense gets conceived inside you, അതെ, നിന്റെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും മാറ്റമുണ്ടാകും. and you will see a change in the problems. നമ്മുടേതായിരിക്കുന്ന പുറമെയുള്ള കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ അതെ ഇവിടുത്തെ യുകെയിലായിരിക്കുന്ന അതായത് പലതരത്തിലായിരിക്കുന്ന തീരുമാനങ്ങളും അവരുടേതായിരിക്കുന്ന ഉപദേശങ്ങളും അല്ലെങ്കിൽ രീതികളൊക്കെ വ്യത്യാസപ്പെട്ടെന്നിരിക്കാം. When you see with your eyes, physical eyes, you may wonder and be worried about all the changes that is taking place in UK. എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവിടെ എന്തെല്ലാം ചേഞ്ചസ് ഉണ്ടായാലും നിനക്ക് സർവശക്തനായ ദൈവത്തിന് യാതൊരു ചേഞ്ചുമില്ല. But no matter, regardless of the changes that is taking place, but for God nothing is changing. മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. Malachi chapter
3 verse 6 says, അത് യഹോവയായ ഞാൻ മാറാത്തവൻ. I am the Lord, I change not. അതേ സഹോദര സഹോദരി, യഹോവയായ കർത്താവ് മാറാത്തവനാണ്. Dear children of God, Lord is unchangeable. യുകെയിലെ നിയമങ്ങൾക്ക് എന്തും ചേഞ്ചസ് ഉണ്ടാകട്ടെ, Whether there could be change in the laws of this നീ ജോലി country, ചെയ്യുന്ന സ്ഥാപനങ്ങൾ ചേഞ്ചസ് ഉണ്ടാകട്ടെ, there could be changes in your workplace, ഭാരതത്തിലെ നിയമങ്ങൾക്ക് ചേഞ്ചസ് ഉണ്ടാകട്ടെ, there could be changes in India. നീ ഭാരപ്പെടേണ്ട, കർത്താവിന് ഒരിക്കലും ഒരു ചേഞ്ചും ഇല്ല. But you do not have to worry because God is not going to change. നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ഇപ്പോൾ പുതിയ നിയമം ഉണ്ടാക്കി. India government has made a new change. എല്ലാ ചർച്ചുകളുടെ സ്വത്തുക്കളും അതായത് ഗവൺമെന്റ് ഏറ്റെടുക്കുകയാണ്. All the properties of churches are being taken over by the government. അങ്ങനെ എടുക്കണമെന്ന് തീരുമാനമുണ്ടായപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ആസാമിലെ ഗവൺമെന്റ് ആ തീരുമാനം സ്ഥാപിച്ചു കഴിഞ്ഞു. And when they were contemplating about this new law, the state government of Assam has already implemented it. അവിടെയുള്ള ഹിന്ദുക്കളതായ സ്ഥലം ക്രിസ്ത്യാനിക്ക് വിൽക്കാൻ പാടില്ല. It has been declared that the properties of Hindu people shouldn't be sold to the Christians. ക്രിസ്ത്യാനിയുടേതായിരിക്കുന്ന വസ്തു ആർക്കെങ്കിലും വിൽക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഗവൺമെന്റിൽ നിന്നും അതിൻ്റെതായിരിക്കുന്ന പെർമിഷൻ എടുക്കണം. And if Christians have to sell their property, they first need to seek approval from the government. എന്നാൽ സഹോദരങ്ങളെ, എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും, Dear children of God, whatever problem comes, ഞങ്ങൾക്കൊരു കുലുക്കവുമില്ല. no, we will not be shaken. കാരണം മറ്റൊന്നും കൊണ്ടല്ല, എന്റെ ദൈവം മാറാത്ത And the ദൈവമാണ്. reason for that is our God never changes. അതെ, ആ ദൈവത്തെ കുറിച്ച് യെശയ്യാവിന്റെ പുസ്തകം 49 അധ്യായം 15 വാക്യം വായിക്കുമ്പോൾ അവൻ നമ്മെ മറക്കാത്ത ദൈവമാണ്. Isaiah 49:15 says that he will never forget us. അതെ, കോരഹ് പുത്രന്മാർ പറയുമ്പോൾ 84 സങ്കീർത്തനം 11 വാക്യം വായിക്കുമ്പോൾ അവൻ ഒരു നന്മയും മുടക്കിക്കളയാത്ത ദൈവമാണ്. Sons of Korah in Psalm 84 says that he never lacks us with good things. അതെ, 91 സങ്കീർത്തനം വായിക്കുമ്പോൾ അവൻ എന്നെയും നിങ്ങളെയും തന്നെ വിസ്താരമേൽ ചിറകിന്റെ നിഴലിൽ മറയ്ക്കുന്ന ദൈവമാണ്. Psalm 91 says that he covers us under his wings. അങ്ങനെ ഒരു ദൈവം എനിക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിൽ, And if we have such kind of God, ഞാനും നിങ്ങൾ എന്തിനു ഭാരപ്പെടണം? why do we have to worry about നിങ്ങൾ it? എന്തിനു നിരാശപ്പെടണം? Why do you have to be troubled? രോഗമാകട്ടെ, വേദനയാകട്ടെ, ദുഃഖമാകട്ടെ, ഒറ്റപ്പെടലുകളാകട്ടെ, ജോലിയില്ലാത്തതാകട്ടെ, വീടില്ലാത്തതാകട്ടെ, എന്തുമാകട്ടെ, ദൈവം മാറാത്തവനാണ്. Whether it's sicknesses, pains, or any kinds of perils, you do not have to worry. അതെ, ആ കർത്താവ് നമ്മെ കൈവിടുകയില്ല. That God will never abandon ആ us. കർത്താവ് നമ്മെ കൈവിടുകയില്ല. Our God will never reject us. ആമേൻ. സഹോദരങ്ങളെ, ഞാനൊരു കാര്യം പറയാം. Let me tell you one thing, ദൈവം brothers. എന്നെയും നിങ്ങളെയും അനുഗ്രഹത്തിനതായിരിക്കുന്ന അതിര് ഞാനും നിങ്ങളും വെക്കരുത്. We do not have to limit about how God is going to bless or how much God is going to bless ദൈവം us. നമ്മെ അനുഗ്രഹിക്കാൻ മതിയായവനാണ്. God is an able God to bless us. ഒരിക്കൽ ഒരു 2 രാജാക്കന്മാരുടെ പുസ്തകം 4 അധ്യായമാണെന്ന് തോന്നുന്നു. അവിടെ ഒരു പ്രവാചക ശിഷ്യൻ മരിച്ചതിന് ശേഷം തൻ്റെ ഭാര്യ എലീശയുടെ അടുക്കൽ കടന്നു വന്നു. 2 Kings chapter 4, it talks about the disciple of the prophet. When he passed away, his wife went to Elisha. ആ സ്ത്രീ ഇങ്ങനെ പറയുകയാണ്, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. And the lady there says that your servant is now dead. അവൻ യഹോവ ഭക്തനായിരുന്നുവെന്ന് നിനക്കറിയാം. And you know that he was a godly person. എന്നാൽ ഇപ്പോൾ കടക്കാർ വന്ന് എൻ്റെ കുഞ്ഞുങ്ങളെ അടിമകളായി പിടിച്ചുകൊണ്ട് പോകാൻ പോകുക. But now the debtors have come to take over my children. അന്നത്തെ നിയമം അങ്ങനെയായിരുന്നു. And that was the law of that land at the time. ഒരാൾ നമുക്ക് എന്തെങ്കിലും കടം തരണമെങ്കിൽ, If a person has to borrow something to you, ആൺമക്കളുള്ള വീട്ടിലേക്ക് മാത്രമേ കടം കൊടുക്കുകയുള്ളൂ. and they will only give or borrow to only those households where they have sons. കാരണം ഈ പൈസ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ അവൻ അടിമകളായി കൊണ്ടുപോകാം. Because if they did not pay back the money, then they will take over their sons as a slave. 6
വർഷം ഈ കുഞ്ഞുങ്ങളെ അവൻ അടിമപ്പണികൾ ചെയ്യാം. And for 6 years, these sons would be, they will have to work as a slave. എന്നാൽ 7-ാം സംവത്സരത്തിൽ ഈ കുഞ്ഞുങ്ങളെ മടക്കി അയക്കണം. But on the 7th year, they can go back. ഈ പ്രസവിച്ചതായ മാതാവ് വേദനയോടുകൂടി ഇപ്പോൾ വന്നിട്ട് എലീശായോട് പറയുകയാണ്. And the mom who had given birth to the sons, now she was in pain and crying out to Prophet Elisha. അയ്യോ, എന്റെ കുഞ്ഞുങ്ങളെ അടിമകളായി പിടിച്ചുകൊണ്ടുവൻ പോവുകയാണ്. They're going to take away my sons. അപ്പോൾ എലീശ ചോദിച്ചു, And Elisha asked, നിന്റെ വീട്ടിൽ നിനക്കെന്തുണ്ടെന്ന്? what have you got in your possession? അവൾ ഉള്ളത് തുറന്നു പറഞ്ഞു, ഒരു കുപ്പി എണ്ണയുണ്ട്. She openly confessed and said, I've got just a jar of oil. സഹോദര സഹോദരി മക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്കുള്ളത് കർത്താവിനോട് നിങ്ങൾ തുറന്നു പറയണം Dear കേട്ടോ. children of God, let me tell you, whatever you have, you need to confess it to the Lord. എലീശ പറയുകയാണ്, നീ പോയി And Elisha says, നിന്റെ അയൽഭവനങ്ങളിൽ നിന്നും വെറും പാത്രങ്ങൾ വാങ്ങുക. go and collect empty vessels from your neighbors. എന്നിട്ട് നീയും നിന്റെ കുഞ്ഞുങ്ങളുമായി മുറിക്കകത്ത് കയറി നിന്റെ കയ്യിലുള്ള എണ്ണയിൽ നിന്നും ആ വെറും പാത്രങ്ങളിലേക്ക് പകർന്നുകൊണ്ടിരിക്കുക. And then take those vessels, go and shut door, and then and pour that oils into these vessels. ഒരു കാര്യം പറഞ്ഞു, പാത്രങ്ങൾ കുറയരുത്. And said, do not lack the numbers of vessels. നീ 2 പാത്രമേ കൊണ്ടുപോയാലും 2 പാത്രം എണ്ണ കിട്ടും. Or if you just carry 2 vessels, you're going to get only 2 vessels of oil. നിന്റെ കയ്യിൽ 10 പാത്രങ്ങൾ ഉണ്ടെങ്കിൽ 10 പാത്രങ്ങൾ കിട്ടും. If you get 10 vessels, then you will have 10 vessels of oil. അത് 100 പാത്രങ്ങൾ 100 പാത്രങ്ങൾ And if you have കിട്ടും. 100 vessels, those hundreds will be filled. അപ്പോൾ നിന്റെ അനുഗ്രഹത്തിനതായിരിക്കുന്ന അതിര് നിശ്ചയിക്കുന്ന നീ തന്നെയാണ്. And you are the one who actually, decides or puts the limit to your blessings. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം പറയാം, നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്നതായിരിക്കുന്നതായ നമ്മുടെ പണിഷ്മെന്റും നിശ്ചയിക്കുന്ന നാമാണ്. And often at time we ourselves decide about our own consequences. ഒരു 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞു. Let me give you an example. ലാബാന്റെ വീട്ടിൽ നിന്നും യാക്കോബും അതായത് ഈ ഭാര്യമാരും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് ഇറങ്ങി വന്നു. When from the household of Laban, when these group of people came out, ലാബാൻ വീട്ടിൽ വന്നപ്പോൾ അറിഞ്ഞു താൻ ആരാധിക്കുന്നതായ തൻ്റെ അതായത് ആരാധ്യ വിഗ്രഹം അവിടെ ഇല്ല. and when Laban returned to the home, he realized that the god, the idol that he worshipped was missing now. താൻ അതായത് യാക്കോബിനെ പിന്തുടർന്നു. And he began to pursue Jacob. തമ്പുരാൻ യാക്കോബിനോട് പറഞ്ഞു, And God said to Jacob, എന്റെ ദാസനാകുന്ന യാക്കോബിന് വിരോധമായി ഗുണമോ ദോഷമോ സംസാരിച്ചു പോകരുത്. I said, do not speak anything bad or evil against my servant Jacob. ലാബാൻ യാക്കോബിനെ പോയി കണ്ടു. And Laban went and met Jacob. ലാബാൻ പറഞ്ഞു, നീ എവിടെ വേണമെങ്കിലും കയറി അതായത് പരിശോധിക്കാം, നിന്റെ വിഗ്രഹം അതായത് ആരുടെ കയ്യിൽ കിട്ടുമോ അവര് മരിക്കപ്പെടണമെന്ന് പറഞ്ഞു. Jacob said to Laban, you have the freedom to go and search and find out if anybody is found with the possession of this idol, they should be killed. ലാബാൻ ഓരോ അതായത് ടെന്റിലും കയറി ഇറങ്ങി. Laban went into every single tent. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് ആരിയ്ക്കുന്നു, നമ്മുടേതായിരിക്കുന്നതായ സഹോദരി റാഗേല് ആ ഒട്ടകത്തിന്റെ പുറത്തങ്ങനെ ഇരിക്കുകയാണ്. Rachel was sitting and on top of the camel. ആ സഹോദരിയോട് ചോദിക്കാതെ തന്നെ ഇങ്ങനെ പറഞ്ഞു. And without even asking, he said, പപ്പ എന്നോട് ക്ഷമിക്കണം. And she said that, Dad, please forgive me. നിന്നെ കണ്ട് ബഹുമാനമില്ലാത്തത് കൊണ്ടല്ല ഞാൻ എഴുന്നേൽക്കാത്തത്. See, it's not that I have no respect for you and that's why I didn't come out of the camel. എന്നാൽ എനിക്ക് സ്ത്രീകൾക്കുള്ള മാസമുറ വന്നിരിക്കുകയാണ്, അതുകൊണ്ടാണ് എഴുന്നേൽക്കാത്തത്. Because I'm experiencing periods, that's why I have not come off the camel. ഒരു കാര്യം പറയട്ടെ, Let me tell you one thing. റാഗേൽ മരിച്ചു. See, Rachel passed away. എപ്പോഴാ മരിച്ചത്? When did she die? എങ്ങനെയാ മരിച്ചത്? How did she die? ബെന്യാമീനെ പ്രസവിച്ച് ബ്ലീഡിങ് നിൽക്കാതെ മരിച്ചു. And she passed away when she gave birth to Benjamin because of the bleeding. അവരുടെ അപ്പനോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ പ്രയാസമായതുകൊണ്ടാണെന്ന് പറഞ്ഞു. And she said to her father that I'm going through this periods and that's why I'm not able to come out. അവിടെ ശിക്ഷ വിധിച്ചത് അവൾ തന്നെയായിരുന്നു. Did she not
decide about her own എന്റെ consequences. സഹോദരങ്ങളെ, ഒരു പിതാവ് എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, അറിയാതെ പോലും നിങ്ങൾക്ക് ശിക്ഷ വിധിക്കരുത്. Dear children of God, as a father, let me tell you, do not decide about your own fate. നീ പറയുന്ന നിസ്സാരമായ വാക്കുകൾ പോലും സ്വർഗത്തിലെ ദൈവത്തിന്റെ സ്മരണയുടെ പുസ്തകത്തിൽ എഴുതി വെക്കും എന്നുള്ള കാര്യം നീ മറന്നു You പോകരുത്. shouldn't forget that God will write down whatever comes out of your mouth in the book of remembrance. നാഥാൻ പ്രവാചകൻ ചെന്ന്, അതായത് എലീശായോട് ദാവീദിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ, Prophet Nathan, when he went and said to David, ദാവീദ് പറഞ്ഞു, ആ മനുഷ്യനായിരുന്നാലും മരിക്കണം, അവൻ 4 ഇരട്ടി പകരം കൊടുക്കണമെന്ന് and പറഞ്ഞു. David said, whoever is that person who have caused that evil thing, they should pay back 4 times more. ഒരു ഊരിയാവ് മരിച്ചതിന് പകരമായി 4 പേര് മരിക്കണമെന്ന്. Because of one Uriah who was killed in the battlefield, 4 people should die. നാഥാൻ പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെയെന്ന്. And Nathan pointed his finger at King David and said, it is you who have caused this നിങ്ങൾ problem. ദാവീദിന്റെ ചരിത്രം ഒന്ന് വായിച്ചു നോക്കണം. തന്റെ ജീവകാലത്ത് 4 പേര് തന്റെ കണ്ണിന് മുൻപിൽ മരിക്കുവാനിടയായി, തന്റെ മക്കൾ 4 പേര് കണ്ണിന് മുൻപിൽ മരിക്കുവാനിടയായി And if you തീർന്നു. read about King David's history, his own 4 children died. ഇതുപോലെ സഹോദരങ്ങളെ, നമുക്ക് ശിക്ഷ വിധിക്കും നാം തന്നെയെങ്കിൽ, And if this is the way how we judge ourselves and about our own consequences, നമ്മുടെ അനുഗ്രഹത്തിന്റെ അതിര് നിശ്ചയിക്കുന്നത് നാം തന്നെയാണ്. we are the one who actually limits our own blessings as well. ദൈവം ആ സ്ത്രീയോട് പറഞ്ഞു, വിധവയായ സ്ത്രീയോട് പറഞ്ഞു, പാത്രങ്ങൾ, അതെ എലീശ പറഞ്ഞു, പാത്രങ്ങൾ കുറവായിരിക്കുന്നത്. Prophet Elisha says that you shouldn't reduce the number of vessels. അതെ, അവൾ പാത്രങ്ങളെല്ലാം വാങ്ങി. She brought all these vessels. അവൾ എന്ത് ചെയ്തു? അതായത് എലീശ പറഞ്ഞതുപോലെ കാര്യങ്ങളെല്ലാം And ചെയ്തു. she followed through whatever Elisha said. എന്നാൽ അവൾ ദൈവദാസനായ എലീശയുടെ കടന്നു എന്ന് പറഞ്ഞു, നീ പറഞ്ഞ പോലെ എല്ലാം ചെയ്തെന്ന്. And she went and said to Elisha, I've done everything whatever you said. ഇന്ന് അനേകര് ദൈവദാസന്മാരോട് പറയും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്നെ ഇന്ന വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയും. There are many people who will come and say to servants of God, pastors, and say, oh, there are so many of the things that I'm going through, please pray for me. അവർ ദൈവസ്ഥലം മുട്ടിപ്പായി പ്രാർത്ഥിച്ച് നമ്മുടെ കാര്യങ്ങൾ നേടിയതിനു ശേഷമായിട്ട് എന്ന് ലഭിച്ചുവെന്ന് ദൈവദാസനൊക്കെ ചെന്ന് പറയുവാൻ ഇന്ന് ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. I do not know if there are anybody after receiving the answer for the prayers, if there is anyone who goes back to the servants of God and say, we have received. സഹോദരങ്ങളെ, ഈ സ്ത്രീയുടെ എല്ലാ കടഭാരങ്ങളും മാറി ബാക്കിയുള്ളത് കൊണ്ട് അവളുടെ കുടുംബം നന്നായിട്ട് The ഉപജീവനം. word of God teaches us that this lady, all her debts was paid off, and she was able to live her life, take care of herself and her children with the rest of the money. നിന്റെ ജീവിതത്തിൽ വിശ്വാസം എന്ന സെൻസ് അതായത് ഉണ്ടായാൽ, If you have the sixth sense of faith in your life, നിന്റെ ഉൾക്കണ്ണൊന്ന് തുറന്നാൽ, if your inner spiritual eyes are നീ opened, അനുഗ്രഹിക്കപ്പെടുക തന്നെ you ചെയ്യും. will certainly be blessed. അതേ സഹോദരങ്ങളെ, നീ അനുഗ്രഹിക്കപ്പെടുക You തന്നെ will ചെയ്യും. certainly be blessed. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ അത് എഫേസ്യ ലേഖനം 1-ാം വാക്യം വായിക്കുമ്പോൾ, യഹോവേ, അത് സർവശക്തനായ ദൈവമേ, ഇവർക്ക് തന്നെ കുറിച്ചുള്ള അങ്ങയെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ അതേ അറിവുണ്ടാകുവാൻ അവരുടെ ഉൾക്കണ്ണുകളെ ഒന്ന് പ്രകാശിപ്പിക്കണമേ എന്ന് പറയുന്നതായി കാണുന്നു. And you could see there Paul cries out and said, Lord, let their inner eyes be open so that they could receive the knowledge. നമ്മുടെ ഉൾക്കണ്ണുകൾ തുറക്കപ്പെടുന്നില്ല എങ്കിൽ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ If സാധ്യമല്ല. your inner eyes are not open, you will not be able to remain steadfast in your faith. എമ്മൗസിലേക്ക് പോയ 2 ശിഷ്യന്മാരെ കുറിച്ച് വായിക്കുമ്പോൾ, When you see about these 2 disciples who walked on the way to Emmaus, 3.5 വർഷം യേശുവിനോട് കൂടെ നടന്നവർക്ക് യേശുവിനെ തിരിച്ചറിയുവാൻ സാധിച്ചില്ല. 3.5 years they, these disciples who walked with Jesus were not able to recognize him. നാം പാടുന്നതിലല്ല വിഷയം, പിന്നെയോ ആ പാടുന്നവർക്ക് ആ വിശ്വാസം ഉണ്ടാകണം. See, it's not about what you sing, it's about whether you have faith of what you are singing. പ്രാർത്ഥിക്കുന്നതിലല്ല വിഷയം, പ്രാർത്ഥിക്കുന്നവർക്ക് വിശ്വാസം ഉണ്ടാകണം. It's not about being that you are a person who prays, but it's actually you have faith of what you are praying. പ്രസംഗിക്കുന്നതിലല്ല വിഷയം, പ്രസംഗിക്കുന്നവർക്ക് വിശ്വാസം ഉണ്ടാകണം. It doesn't matter whether you preach or not, but whether when you preach, you have the faith or not. അതെ, യേശുവിന്റെ
പിന്നാലെ 3.5 വർഷമായി നടന്ന എമ്മൗസിലെ ശിഷ്യന്മാരെ, And these disciples who have followed Jesus Christ for 3.5 years. യേശു അവരോട് ചേർന്ന് നടന്നു. And Jesus walked along with them. അവർ എമ്മൗസിലെത്തി. And they arrived at Emmaus. യേശു മുൻപോട്ട് പോകുവാൻ ആഗ്രഹിച്ചു. And Jesus was going ahead in front of ഉടനെ them. അവർ പറയാണ് പോകല്ലേ. And they began to say, Jesus, do not go. They said, do not go. യേശു അവരുടെ വാക്ക് കേട്ട് അവർ താമസിച്ചു. And Jesus, listened to them and stayed with them. അവർ ഒരുക്കി കൊടുത്തതായ ഭക്ഷണം യേശുവിന്റെ കരങ്ങളിലെടുത്ത് പ്രാർത്ഥിച്ച് അവർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ, And when the meal that was prepared for Jesus, when he lifted up and prayed and handed it over to them. Luke chapter 24 verse 31 ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. Gospel of Luke chapter 24 verse 31, it says. ഉടനെ അവരുടെ കണ്ണു തുറന്നു, അവർ അവനെ അറിഞ്ഞു. And it says, and their eyes were open and they knew him. അതെ, അതുവരെ യേശുവിനെ അവർ അറിഞ്ഞില്ല. Up until that time, they did not know who Jesus അവർ was. അത്ഭുതങ്ങൾ ചെയ്തവരാണ്. They have seen miracles. അത്ഭുതങ്ങൾ കണ്ടവരാണ്. They have witnessed miracles. യേശുവിനോടൊപ്പം നടന്നവരാണ്. Walked with Jesus. യേശുവിന്റെ പന്തിയിലിരുന്ന് ഭക്ഷണം They have കഴിച്ചവരാണ്. sat with Jesus and had the അവരെന്നെ supper. യേശുവിനെ അറിഞ്ഞില്ല. But they still didn't know Jesus. യേശുവിനെ അറിഞ്ഞപ്പോൾ അവർ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടായി. And when they knew Jesus, their life changed. Luke chapter 24 verse 33 വായിക്കുമ്പോൾ അവർ ഉടനെ എഴുന്നേറ്റ് യെരുശലേമിലേക്ക് Luke മടങ്ങിപ്പോയി എന്ന് 24:33 വായിക്കുന്നു. says, as soon as they realized who Jesus was, they immediately rose up and went to Jerusalem. നിന്റെ വിശ്വാസത്തിന്റെ സെൻസ് അതെ നിനക്കുണ്ടാകണം. And you need to have the sixth sense of faith in your life. നിന്റെ കയ്യിൽ എന്തുണ്ടെന്നുള്ളതല്ല, ഉള്ളത് നീ യേശുവിനെ ഏൽപ്പിച്ചാൽ It മതി. doesn't matter what you have, but just give what you have to the Lord. മോശയോട് ചോദിച്ചു, നിനക്ക് നിന്റെ കയ്യിൽ എന്തുണ്ടെന്ന് ചോദിച്ചു. God said to Moses, what have you got? അവൻ പറഞ്ഞു, എന്റെ കയ്യിൽ ഒരു വടിയുണ്ടെന്ന് And he പറഞ്ഞു. said, I've got just a rod. എന്നാൽ മോശയ്ക്ക് അറിയത്തില്ലായിരുന്നു മിസ്രൈമിലുള്ളതായ മന്ത്രവാദികളുടേതായിരിക്കുന്ന സകല വടിയെയും വിഴുങ്ങുവാൻ മോശയുടെ കയ്യിലിരിക്കുന്ന വടി പര്യാപ്തമാണ്. Moses did not know that the rod that he was now carrying was powerful enough to consume the rods of the witchcrafts of the Egyptians. നിന്റെ കയ്യിലുള്ളത് യേശുവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. സ്വർഗ്ഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ മതിയായവനാണ്. Once you hand over what you have to the Lord, and he will take care of you and he will use you. 3 ദിവസമായി യേശുവിനോട് ചേർന്ന് നിൽക്കുന്ന ജനത്തിന് ആ വലിയ പുരുഷാരത്തിന് ഭക്ഷണം കഴിക്കുവാൻ ഒന്നുമില്ലാതെ വന്നപ്പോൾ, For 3 days when these people who were sitting by the side of Jesus, they did not had any food. യേശു ചോദിച്ചു, നിന്റെ കയ്യിൽ എന്തുണ്ട്? Jesus asked, what have you got? അന്ത്രയോസ് വിളിച്ചു പറയുന്നു, ഇവിടെ ഒരു ബാലന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ടെന്ന്. The disciple Andrew said, there is a child here who have got two loaves of bread and fish. ഇതുകൊണ്ട് എന്താകുമെന്ന് നീ ചിന്തിക്കണ്ട. And you do not have to നീ worry what is ഇതിൽ going to happen. ഭാരപ്പെടണ്ട. You do not have to worry. അത് ദൈവത്തിന്റെ വിഷയത്തിൽ നീ കൈകടത്തണ്ട. If you do not have to worry and get involved in the business of ദൈവം God. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ മതിയായവനാണ്. God is an able God to use you. യേശുവിനെ കരങ്ങൾ മേടിച്ചിട്ട് പറഞ്ഞു, ജനത്തെ എല്ലാം ഇരുത്താൻ പറഞ്ഞു. Jesus took those meal in his hand and asked for all the people to be seated in order. സഹോദരങ്ങളെ, ഇരിക്കണമെങ്കിൽ നിന്റെ അതായത് 6ാമത്തെ സെൻസ് നിനക്കുണ്ടാകണം. You should have the sixth sense of faith. ഞാനിവിടെ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. I'm going to conclude my word here. നാം ഇവിടുന്ന് കടന്നു പോകുന്നത് മുന്നമേ തന്നെ Before even we leave from here, നമ്മുടെ 6ാമത്തെ സെൻസ് ആകുന്ന ഉൾക്കണ്ണാകുന്ന അതായത് വിശ്വാസം നിനക്കുണ്ടാകട്ടെ. we pray that the sixth sense of faith be conceived in you. നിന്റെ ജീവിതത്തിൽ ദൈവം വലിയവ ചെയ്യുവാൻ പോവുകയാണ്. God is going to do great things in your life. നമ്മുടെ തലകളെ വണക്കാം, നമുക്ക് കണ്ണടയ്ക്കാം, Let പ്രാർത്ഥിക്കാം. our eyes be closed, let our heads be bowed down. നിന്റെ കയ്യിൽ എന്തുണ്ടോ എന്ന് നീ കർത്താവിനെ ഏൽപ്പിക്കുക. Whatever you have, give it to the Lord. അത് നിന്റെ വേദനയാകട്ടെ, രോഗമാകട്ടെ, ദുഃഖമാകട്ടെ, സങ്കടമാകട്ടെ, ഇന്നത്തേതായിരിക്കുന്ന ഒന്നുമില്ലായ്മയാകട്ടെ. It could be that your sickness or pain, or you may have nothing, but just give it to the Lord. ഒരിക്കലും നിന്നിൽ നിന്ന് മാറിപ്പോകാത്തൊരു ദൈവം ഇവിടെയുണ്ട്. There is a God here who will never change. നിന്നെ മറന്നു കളയാത്ത ദൈവം There's a ഇവിടെയുണ്ട്. God who never forget you. ഒരു നന്മയ്ക്ക് മുടക്കം വരുത്താത്ത ദൈവം ഇവിടെയുണ്ട്. There's a God here who lacks no good thing. സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, നിന്റെ എല്ലാ കഷ്ടതകളുടെ നടുവിലും തന്റേതായ വിസ്താരമേറിയ ചിറകിന്റെ നിഴലിൽ നിന്നെ മറയ്ക്കുന്ന ദൈവം ഇവിടെയുണ്ട്. In every kinds of trouble is a God to cover
cover you under his wings. നിന്റെ പ്രശ്നം ഏതുമാകട്ടെ, Whatever your problem may നിന്റെ be, സങ്കടങ്ങൾ ഏതുമാകട്ടെ, whatever your pain may be, വിശ്വാസം കൂടാതെ നിനക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ without സാധ്യമല്ല. faith it is impossible to please നീ God. വിശ്വസിക്കുമോ? Will you believe നീ today? വിശ്വസിക്കുമോ? Will you believe today? യേശു നിന്റെ അടുക്കലുണ്ട്. Will you believe today? അവൻ ദൂരത്തല്ല. Jesus is not far from 38 you. വർഷം 38 വർഷമായി കുളക്കരയിൽ ഇരുന്നായിരിക്കുന്ന മനുഷ്യന്റെ അവസ്ഥ കണ്ട യേശു, For 38 years, this man with infirmity, when Jesus saw his situation, അവൻ നിന്റെ അവസ്ഥ കാണുകയാണ്. and he is exactly seeing your situation. അവന്റെ അടുക്കൽ നിന്റെ ഒന്നുമില്ല എന്ന് ഏറ്റുപറയുന്നുവെങ്കിൽ, When you confess that you are nothing before the Lord, നിനക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കുവാൻ and he will പോവുകയാണ്. start working for you. നമുക്ക് പ്രാർത്ഥിക്കാം. Let's pray. പരിശുദ്ധ പിതാവേ, നന്ദിയോട് സ്തോത്രം. Our Holy Father, we thank you, Lord. കർത്താവേ, ഈ കൂട്ടായ്മയിൽ കടന്നു വരുവാൻ അടിങ്ങൾക്കിടയാക്കിയതിനായി സ്തോത്രം. We thank you, Lord, because you brought us into this fellowship. പിതാവിന്റെയും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അങ്ങനെ ദാസൻ നിലയിൽ അത് നിക്ഷിപ്തമാക്കിയ അധികാരത്തോടുകൂടെ ഈ കൂട്ടായ്മയെ അനുഗ്രഹിച്ചു In the name പ്രാർത്ഥിക്കുന്നു. of the Father, Son, and Holy Spirit, with the authority that you have given me, I bless this fellowship. ഇതിന്റെ അതിർനെ വിസ്തീർണപ്പെടുത്തണം. May you extend the boundaries. അങ്ങനെ ദാസനെയും കുടുംബത്തെ അനുഗ്രഹിക്കണം. Bless your servant and his family. എല്ലാ ദൈവമക്കളെയും സഹായിക്കണം. Lord, help all the children of അവർ God. കേൾക്കപ്പെട്ട തിരുവചനത്തിൻ പ്രകാരം As they have heard your word today, അവരുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. let the faith increase. അവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കട്ടെ. Let the faith increase. കർത്താവേ, കയ്യിനെ പോലെയല്ല, ഹാബേലിന് ദൈവത്തെ പ്രസാദിപ്പിച്ചതുപോലെ അവർ ദൈവത്തെ Not പ്രസാദിപ്പിക്കട്ടെ. like Cain, but like Abel, they may please you, Lord. വിശ്വാസം കൂടാതെ അങ്ങേ പ്രസാദിപ്പിക്കുവാൻ ആർക്കും സാധ്യമല്ലല്ലോ. Without faith, no one can please you, ഈ Lord. പ്രിയപ്പെട്ട വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. Lord, increase the faith, അവിടെ Lord. ഇല്ലായ്മകൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, ക്ലേശങ്ങൾ എല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൂരീകരിക്കപ്പെടുമാറാകട്ടെ. Lord, I pray everything, Lord, that they're going through in their life, Lord, let it be casted, let a new creation begin. എല്ലാ പ്രിയപ്പെട്ടവരും അനുഗ്രഹിച്ചു I പ്രാർത്ഥിക്കുന്നു. bless all the children of God. ഇന്ന് ഈ മീറ്റിംഗ് ഞങ്ങളോടൊപ്പം കടന്നു വന്നിരിക്കുന്ന ഈ ദേശനിവാസിയായ കർത്താവിന്റെ ദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കണം. We also pray for the brother who have come belong to this land. May you bless him too. വരും ദിവസങ്ങൾ അദ്ദേഹം കർത്താവെ ഇവിടെ കടന്നു വരുവാനും ഈ ദൈവസഭയ്ക്ക് അനുഗ്രഹമാക്കി തീർക്കണമെന്ന് അങ്ങയോട് I പ്രാർത്ഥിക്കുന്നു. pray, Lord, let his life be a blessing for this church, Lord. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. In Jesus' name we pray for. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ. Lord, in Jesus' name we pray. ആമേൻ. ദൈവസഭയോട് നന്ദി അറിയിക്കുന്നു, കർത്താവിന്റെ ദാസനും കുടുംബത്തോടും നന്ദി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.